are going to start a new course that is BSOE 142 History and Development of Indian Sociological Traditions. Indian Sociological Traditions in the History and ഡെവലപ്മെന്റ്. ആ പുതിയ കോഴ്സാണ് BSOE 142. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഹെഡിങ് ഓഫ് ദ യൂണിറ്റ് ഇസ് മേജർ ഇൻഫ്ലുവൻസസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. അപ്പം മേജർ ഇൻഫ്ലുവൻസസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ് യൂണിറ്റ് 1. അപ്പോൾ ഈ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഡിസ്ക്രൈബ് ദ സോഷ്യൽ ആൻറ്റിസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യോളജിക്കൽ തോട്ട്, അതിൻ്റെ സോഷ്യൽ ആൻറ്റിസിഡൻസ്, ഇന്ത്യയിൽ സോഷ്യോളജിക്കൽ തോട്ട് ഉത്ഭവിക്കാനുണ്ടായ മുൻകാല സാമൂഹിക പരിസ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡിസ്കസ് ദ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഫോർ റിഫോം. അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് അതിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്. അതുപോലെ എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഫോർ ഫ്രീഡം. പിന്നെ ഡിസ്ക്രൈബ് ദ ഇന്റലക്ച്വൽ ആൻറ്റിസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്. പിന്നെ ഔട്ട്ലൈൻ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ. ഇതിനൊക്കെ ശേഷം ഇന്ത്യയിൽ സോഷ്യോളജിയും അതുപോലെ സോഷ്യൽ ആന്ത്രപ്പോളജിയും ഉദയം ചെയ്തത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഡിസ്കസ് ദ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ആൻറ്റിസിഡൻസ് ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ഹിസ്റ്ററി അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റും എന്തിനു പുറകെ എന്തായിട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ചത് ഇന്ത്യയിൽ. അതിലെ സോഷ്യൽ ഇൻ്റലക്ച്വൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കണം. അതുകൂടാതെ വി ഹാവ് ഓൾസോ മെൻഷൻ ദ ഇമ്പാക്ട് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ വേ ഓഫ് thinking, style of living and behavior of the upper strata of Indian people. We have also mentioned the impact of the ബ്രിട്ടീഷുകാരുടെ സ്വാധീനം, നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ മുകളിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം എന്തൊക്കെയായിരുന്നെന്ന്. ചേഞ്ച് ഇൻ ദ വേ ഓഫ് തിങ്കിങ്, ഇവിടുത്തെ ആളുകളുടെ വേ ഓഫ് തിങ്കിങ്ങിൽ, അതുപോലെ സ്റ്റൈൽ ഓഫ് ലിവിങ്ങിൽ, അതുപോലെ തന്നെ ബിഹേവിയർ ഓഫ് ദ അപ്പർ സ്ട്രാറ്റ ഓഫ് ഇന്ത്യൻ പീപ്പിൾ, ഇതിലൊക്കെ അവരുടെ സ്വാധീനം, ബ്രിട്ടീഷുകാരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായി. ദ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് വേർ ആൻ അറ്റംപ്റ്റ് ടു റിഡ് സൊസൈറ്റി ഓഫ് ഇറ്റ്സ് സോഷ്യൽ ഇവിൾസ് ആൻഡ് റിജിഡ് വാല്യൂസ്. അപ്പം സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന കുറേ പൈശാചികം, സോഷ്യൽ ഈവിൾസ്, മോശമായിട്ടുള്ള പരിസ്ഥിതികൾ ഉണ്ടായിരുന്നു. അതുപോലെ റിജിഡ് വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിനെയൊക്കെ തകർക്കാനായിട്ട്, മാറ്റാനായിട്ട്, പുനരുദ്ധരിക്കാനായിട്ട് ഉണ്ടായ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദ ഇന്ത്യൻ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് സ്ട്രഗിൾ. അതുപോലെ ഫ്രീഡം സ്ട്രഗിളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ ലീഡേഴ്സിനെ കുറിച്ചും അവർ സൊസൈറ്റിയിലും ഇന്ത്യൻ സൊസൈറ്റിയിലും അതുപോലെ ഇന്ത്യൻ കൾച്ചറിലും ഉണ്ടാക്കിയ അവരുടെ സ്വാധീനങ്ങൾ എത്രമാത്രമാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കും. ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് സോഷ്യൽ ചേഞ്ചസ് ദാറ്റ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി എമേർജ്ഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. അപ്പം ഇതിൻ്റെയൊക്കെ സ്വാധീനം മൂലമാണ് ഇന്ത്യയിൽ, അതായത് സോഷ്യൽ, റിലീജിയസ്, പിന്നെ പൊളിറ്റിക്കൽ, അങ്ങനെ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ സ്വാധീനം മൂലമാണ് ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സോഷ്യോളജിയും അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജിയും ഇന്ത്യയിൽ ഉദയം ചെയ്തത്. ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് സോഷ്യൽ ചേഞ്ചസ്. അതായത് എന്തൊക്കെ സോഷ്യൽ ചേഞ്ചസ് ആയിരുന്നു? സോഷ്യോ റിലീജിയസ്, പൊളിറ്റിക്കൽ, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ ചേഞ്ചസിൻ്റെ, ഇൻ്റലക്ച്വൽ, ഈ സോഷ്യൽ ചേഞ്ചസിൻ്റെയൊക്കെ പരിണത ഫലമായിട്ടാണ് ഇവിടെ ഉണ്ടായ ഈ പുതിയ വിഷയത്തിന് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജി ഉദയം ചെയ്യാനായിട്ട് ഇടയാക്കിയത്. ഈ സോഷ്യൽ ആൻറ്റിസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്. ഇന്ത്യ ഹാസ് എ ഹിസ്റ്ററി എക്സ്റ്റെൻഡിങ് ഓവർ നിയർലി 4 മില്ലീനിയ എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ ഏതാണ്ട് 4000 അതിലേറെ പഴക്കമുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിക്ക്. ഇറ്റ്സ് കൾച്ചറൽ ഹെറിറ്റേജ് കൺസിസ്റ്റ് ഓഫ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ വർക്ക്സ്. അപ്പം അതിൻ്റെ സാംസ്കൃതിക
പൈതൃകം, സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് കൺസിസ്റ്റ് ഓഫ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ വർക്ക്സ്. റിലീജിയസ് വർക്ക്സ് ഉണ്ട്, ഫിലോസഫിക്കൽ വർക്ക്സ് ഉണ്ട്, വിച്ച് വെർ കമ്പോസ്ഡ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ്. അപ്പോൾ ഈ റിലീജിയസും ഫിലോസഫിക്കൽ വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുള്ളത് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ്. അതായത് സാൻസ്ക്രിറ്റ്, പ്രാക്രിറ്റ് ആൻഡ് പാലി, ഈ പുരാതന ഭാഷകളിലായിരുന്നു ഇതെല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത്. ബിസൈഡ്സ് ഇൻ ദ മെഡീവൽ പീരീഡ് ഭക്തി ലിറ്ററേച്ചർ വാസ് കമ്പോസ്ഡ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അപ്പം അതിനുശേഷം ഏതാണ്ട് മധ്യകാലത്തിൽ മെഡീവൽ പീരീഡിൽ ഭക്തി ലിറ്ററേച്ചർ മിക്കതും എഴുതിയിട്ടുള്ളത്, അതിലുള്ള ലിറ്ററേച്ചർ ഭക്തികാലത്തെ സാഹിത്യങ്ങൾ മിക്കതും റീജിയണൽ ലാംഗ്വേജുകളിലാണ്, പ്രാദേശിക ഭാഷകളിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ആവധി, ബ്രാജ്, മൈഥാലി, ബംഗാളി, ആസാമീസ്, മറാത്തി, കന്നഡ, തമിഴ്, തെലുങ്ക് ആൻഡ് മലയാളം. ഇതൊക്കെയാണ് അന്ന് നിലനിന്നിരുന്ന റീജിയണൽ ലാംഗ്വേജസ്. ഇതിലൊക്കെയാണ് നമ്മളെ ക്ലാസിക്കൽ വർക്ക്, ഫിലോസഫിക്കൽ വർക്ക്, റിലീജിയസ് വർക്ക്സ് ഒക്കെ നമുക്ക് ലഭിച്ചിരുന്ന ഭാഷകളാണ് ഇത്. ദെൻ ദർ ആർ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഫോംസ് ഓഫ് പെർഫോമൻസ് ആർട്സ്, ആർക്കിടെക്ചർ, sculpture that embody India's pluralistic tradition of socio-cultural formation, ranging from tribal groups to agriculturists and urban dwellers. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ അഗ്രികൾച്ചർ ഏരിയയിലേക്ക് പോയി അവിടെ നിന്ന് പുരോഗമിച്ച് അർബൻ ഡ്വല്ലേഴ്സ് വരെ എത്തുന്ന സോഷ്യോ കൾച്ചറൽ ഫോർമേഷൻ നമ്മുടേത്. അത് വളരെയധികം വൈവിധ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതായത് ആർട്സ്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ഇതെല്ലാം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ സോഷ്യൽ തോട്ട്സ് ഇൻ പ്രീ ബ്രിട്ടീഷ് പീരീഡ്, ഇന്ത്യ ഈസ് എ കോംപ്ലക്സ് സിവിലൈസേഷൻ എസ്പെഷ്യലി വെയർ ഇറ്റ്സ് ലിറ്റററി ട്രഡീഷൻ ഈസ് കൺസേൺഡ്. അപ്പോൾ ഇന്ത്യ ഈസ് എ കോംപ്ലക്സ് സിവിലൈസേഷൻ, ഇന്ത്യയുടെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് വൺ. എന്തുകൊണ്ടാണ്? വേർ ഇറ്റ്സ് ലിറ്റററി ട്രഡീഷൻ ഈസ് കൺസേൺഡ്. അതിൻ്റെ ലിറ്റററി ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ അത് വളരെ കോംപ്ലക്സ് ആണ്. ദ ഇന്ത്യൻ ഫിലോസഫി കൺസിസ്റ്റ് ഓഫ് 6 സ്കൂൾസ് ഓഫ് തോട്ട്. ഇന്ത്യൻ ഫിലോസഫിയിൽ 6 സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. 6 സ്കൂൾസ്, വിചാരധാരയുടെ 6 സ്കൂൾസാണ് അതിനകത്തുള്ളത്. നെയ്മലി യോഗ, സംഖ്യ, നൈവ്യ, വൈശേഖിക, വേദാന്ത ആൻഡ് മീമാംസ. ഈ 6 പേരുകളും ശരിക്കും ഓർത്തിരിക്കുക. 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ വരാറുണ്ട്. ദ ഇന്ത്യൻ ഫിലോസഫി കൺസിസ്റ്റ് ഓഫ് 6 സ്കൂൾസ് ഓഫ് തോട്ട്, നൈമലി യോഗ, സംഖ്യ, നയ്യ, വൈശാഖ്യ, വേദാന്ത ആൻഡ് മീമാംസ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇന്ത്യൻ തോട്ട്. അപ്പോൾ ഇന്ത്യൻ വിചാരധാരയുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് ഈ പറഞ്ഞ 6 സ്കൂൾസ് ഓഫ് തോട്ട്സും. The 13 principal Upanishad consist of philosophical enquiries into inner life and ultimate destiny of human beings. ഇതിന് പുറമെ 13 പ്രിൻസിപ്പൽ ഉപനിഷത്തിലുള്ള 13 പ്രിൻസിപ്പിൾസ്, അത് കൺസിസ്റ്റ് ഓഫ് ഫിലോസഫിക്കൽ എൻക്വയറീസ് ഇൻ ടു ഇന്നർ ലൈഫ് ആൻഡ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ ആത്മീയ ജീവിതവും അവൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ ബീയിങ്സും എന്താണെന്ന് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഉപനിഷത്തിലുള്ളത്. ബിസൈഡ്സ് ദീസ് വി ഹാവ് ദ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ റിലീജിയൻസ്. അപ്പം ഇതിനൊക്കെ പുറമെ നമുക്ക് ഇന്ത്യയിൽ ബുദ്ധിസ്റ്റും അതുപോലെ ജൈൻ മതങ്ങളും ഉണ്ടായിരുന്നു. ഹാവ് മെനി ഫിലോസഫിക്കൽ വർക്ക്സ്, അവരുടേതായ ധാരാളം ഫിലോസഫിക്കൽ വർക്ക്സും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ മതങ്ങൾ. ജനറലി ദീസ് സ്കൂൾസ് ഓഫ് തോട്ട് കൺസേൺ ദ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് ടവേഴ്സ് സർട്ടൻ അൾട്ടിമേറ്റ് ഗോൾ. അപ്പം ദീസ് സ്കൂൾസ് ഓഫ് തോട്ട്, ഈ പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെ കൺസേൺ ദ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡിൻ്റെ എവല്യൂഷൻ കുറിച്ചുള്ളതാണ്. അത് ടവേഴ്സ് സർട്ടൻ അൾട്ടിമേറ്റ് ഗോൾസ്. ഇതൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എഴുതപ്പെട്ടതായിരുന്നു. മനുഷ്യനൊരു അൾട്ടിമേറ്റ്, ഒരു ഏറ്റവും അത്യാവശ്യമായിട്ട് അവസാനം ഒരു മുക്തി, ഒരു ഗോൾ, ഒരു ലക്ഷ്യം, മനുഷ്യൻ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടുക, അൾട്ടിമേറ്റ് ഗോൾ, അതാണ് സാൽവേഷൻ, മുക്തി എന്നുള്ളത്. വിച്ച് ഇൻ ഇന്ത്യ മീൻസ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഇപ്പം ഇന്ത്യയിൽ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനന മരണത്തിൽ നിന്നൊക്കെയുള്ള മുക്തി. ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻക്വയറി ആൻഡ് കൊഗ്നിഷൻ ഇൻ മെനി ഓഫ് ദീസ് ഫിലോസഫീസ്. അപ്പം നേരത്തെ പറഞ്ഞ ഫിലോസഫീസിൻ്റെ ഒക്കെ മുഖ്യ ആശയം എന്ന് പറഞ്ഞത് സാൽവേഷൻ നേടുക, അറ്റൈൻ ഓഫ് സാൽവേഷൻ ആണ് എല്ലാ ഫിലോസഫിയുടെയും തന്നെ മുഖ്യ
Dhara. Indian society has all the same been changing and adapting itself to new conditions. Indian social thought in pre-modern times was the articulation of multi-ethnic society. അപ്പോൾ പ്രീ മോഡേൺ ടൈംസിലുള്ള ഇന്ത്യൻ സോഷ്യൽ തോട്ട് എന്ന് പറഞ്ഞാൽ വാസ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് മൾട്ടി എത്തനിക് സൊസൈറ്റി. അത് മൾട്ടി എത്തനിക് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. വി ഹാവ് ഹാഡ് ദ ഇമ്പാക്ട് ഓഫ് ഇസ്ലാമിക് ട്രഡീഷൻസ് വിച്ച് ഗേവ് റൈസ് ടു ദ സൂഫി കൾട്ട്. അപ്പോൾ അവിടെ ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഇവിടെ ഇസ്ലാമിക് ട്രഡീഷൻ നിലനിന്നിരുന്നു. അവിടെ സൂഫി കൾട്ട് ആൻഡ് ഹാഡ് എ വൈഡ് റേഞ്ച് ഇൻഫ്ലുവൻസ് ഓൺ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് വാല്യൂസ് എസ്പെഷ്യലി ഇൻ ദ നോർത്ത്. നോർത്തിൽ അവരുടെ ജീവിത രീതിയിലും വാല്യൂസിലും ഒക്കെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ് സൂഫി കൾട്ട്. അതുപോലെ തന്നെ ദ സിഖ് റിലീജിയൻ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ദ മിക്സർ ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് തോട്ട്. സിഖ് റിലീജിയൻ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സിഖ് റിലീജിയനും വളരെ നല്ലൊരു എക്സാമ്പിളാണ്. എന്തിനായിട്ടുള്ളതാണ്? ഓഫ് ദ മിക്സർ ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് തോട്ട്. ഹിന്ദുക്കളുടെയും ഇസ്ലാമിക് തോട്ടിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമായിട്ടാണ് സിഖ് റിലീജിയൻ പ്രവർത്തിച്ചിരുന്നത്. ഓൾ ദോ ദ ഫ്രീഡം എൻക്വയറി പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ദർ വാസ് ഹാർഡ്ലി എനി പെർസിക്യൂഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ്. അപ്പോൾ പലതരം വിശ്വാസങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന, ആരും ഒന്നിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിശ്വാസങ്ങളും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹെൻസ് എ ടോളറന്റ് ആറ്റിറ്റ്യൂഡ് ടവേഴ്സ് ഈച്ച് അതർ ക്യാരക്ടറൈസ് ദ ഇന്ത്യൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇന്ത്യൻ സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഇടക്കുള്ള ആ സഹിഷ്ണുതയോടുകൂടിയുള്ള പെരുമാറ്റം എല്ലാത്തരം വിചാരധാരയും മുന്നോട്ട് പോകാൻ ഇവിടെ സഹായപ്രദമായിരുന്നു. വൈൽ ഇന്ത്യൻ റിലീജിയസ് ത്രൈവ്ഡ് അമംഗ് ദ കോമൺ പോപ്പുലസ്, ഇന്ത്യൻ philosophy was mainly cultivated among the literate urban based classes. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ philosophy was mainly cultivated among the literate urban based ക്ലാസ്സസ്. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി കൂടുതലായിട്ടും മനസ്സിലാക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ കിട്ടിയിരുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, അക്ഷരജ്ഞാനമുള്ള ആളുകളും അതുപോലെ അർബൻ ബേസ്ഡ് ക്ലാസ്സസുമാണ് ഇതിൻ്റെയൊക്കെ ഫലം കൂടുതലായിട്ട് അനുഭവിച്ചിരുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ്. ഇനി അടുത്തത് ബ്രിട്ടീഷുകാരുടെ സ്വാധീനം, അതെന്താണെന്ന് നോക്കാം. ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ്. ദ കമ്മിങ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ടു ഇന്ത്യ വാസ് ആൻ ഇവന്റ് വിച്ച് ഹാഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ വളരെയധികം വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. ദർ ആർ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരുന്നു. ദ ഏജ് ഓൾഡ് ട്രഡീഷൻസ് ബിഗാൻ ടു ഡിക്ലൈൻ ഡ്യൂ ടു ന്യൂ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടി ഏജ് ഓൾഡ് ട്രഡീഷൻ, വർഷങ്ങളായി നമുക്കുണ്ടായിരുന്ന പഴയ പാരമ്പര്യങ്ങൾക്കൊക്കെ നാശം സംഭവിച്ചു. ഡ്യൂ ടു ന്യൂ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസ്. പുതിയ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഫോഴ്സസുമായിട്ടാണ് അവർ വന്നത്. അപ്പം നമ്മളുടെ ഓൾഡ് ട്രഡീഷൻസ് ബിഗാൻ ടു ഡിക്ലൈൻ. ദ ക്ലാസിക്കൽ ലാംഗ്വേജ് സച്ച് ആസ് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ഡിക്ലൈൻഡ് ആൻഡ് ഇംഗ്ലീഷ് ബിക്കം ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിരുന്ന സാൻസ്ക്രിറ്റും അതുപോലെ പേർഷ്യൻ, അതൊക്കെ ഡിക്ലൈൻ ചെയ്ത് നശിക്കപ്പെട്ട് അതിൻ്റെ സ്ഥാനം ഇംഗ്ലീഷ് ഭാഷ നേടിയെടുത്ത്. ദ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻ ഇന്ത്യൻ കൺട്രി സൈഡ് ഫെൽ ഇൻ ടു ഡീക്കെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാമപ്രദേശത്തൊക്കെ നിലനിന്നിരുന്ന ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ്, പരമ്പരാഗതമായിട്ടുള്ള കൈത്തറി വ്യവസായങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങി. ആസ് ദേ വെയർ അൺഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് അതർ ഗുഡ്സ് ബ്രോട്ട് ബൈ ദ ബ്രിട്ടീഷ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രിട്ടീഷുകാർ മാഞ്ചസ്റ്റർ, ലാൻഷ്യർ, ഷെഫീൽഡ് ആൻഡ് ലണ്ടൻ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ്, അതിൻ്റെ കച്ചവടം കൂടുതൽ നന്നായിട്ട് തുടങ്ങിയതുകൊണ്ട് അത് നമ്മളുടെ പഴയ കൈത്തറി വ്യവസായത്തെ വളരെയധികം ബാധിച്ച് അതിനെ പ്രത്യക്ഷത്തിൽ അത് നശിക്കാൻ തന്നെ കാരണമായി തീർന്നു. ദ ഇന്ത്യൻ വില്ലേജസ് വെർ നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ ആസ് വിയബിൾ എക്കണോമിക്സ് യൂണിറ്റ്സ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അപ്പോൾ ഈ കൊളോണിയൽ റൂളിൽ ഇന്ത്യൻ വില്ലേജസിന് അതിന് എക്സിസ്റ്റൻസ് ഇല്ലാണ്ടായി. നമ്മുടെ ഗ്രാമങ്ങളെല്ലാം നേരത്തെ ഒരു പ്രത്യേക എക്കണോമിക് യൂണിറ്റ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കൊളോണിയൽ റൂളിന്റെ അടിമത്വത്തിലായി മാറി. ദ ബ്രിട്ടീഷ് ബ്രോട്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഇന്ത്യ ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ്,
പോസ്റ്റ്സ് ആൻഡ് ടെലിഗ്രാഫ്സ് വിച്ച് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ബ്രിട്ടീഷ് ബ്രോട്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് അതുപോലെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് അതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ധാരയെ അത് കൂടുതൽ സുഗമപ്രദമാക്കി ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ആളുകൾ തമ്മിൽ സമ്പർക്കം ചെയ്യാനായിട്ടുള്ള പരിസ്ഥിതി കൂടുതൽ നല്ലതായി. ഫർദർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സർവീസസ് വെർ എക്സ്റ്റെൻഡ് ടു മെനി പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെന്റ്. അപ്പം പല പാർട്സും രാജ്യത്തിൻ്റെ സബ് കോണ്ടിനെന്റിലേക്കുള്ള പല ഭാഗത്തേക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടുതൽ സുഗമമായപ്പോഴേക്കും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സർവീസസ് വെർ എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ ജുഡീഷ്യൽ സർവീസസും അങ്ങോട്ടൊക്കെ വ്യാപിപ്പിക്കാനുള്ള സൗകര്യവും കിട്ടി. ദസ് ഇന്ത്യ എൻ്റേർഡ് ദ മോഡേൺ ഏജ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇന്ത്യ ആ പഴമയെ മാറ്റിയിട്ട് മോഡേൺ സ്റ്റേജിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് വെർ സ്റ്റാർട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് റൂളേഴ്സ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ പുതിയ സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ ബ്രിട്ടീഷ് റൂളേഴ്സ് ആരംഭിച്ച്. മിഷനറീസ് ആൻഡ് Indian voluntary organizations also took steps to spread modern education in India. അതുപോലെ തന്നെ മിഷനറീസും ഇന്ത്യൻ വോളണ്ടറി ഓർഗനൈസേഷൻസും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട്, വ്യാപിപ്പിക്കാൻ. ഇനി എമർജൻസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ഇനി അടുത്തതാണ് മിഡിൽ ക്ലാസിന്റെ ഉദയം. ദ ഈസ്റ്റ് വേൾഡ് ഫ്യൂഡൽ ക്ലാസസ് സച്ച് ആസ് Rajas, the Zamindars, the Talkas, etc. were no longer in the center of the stage. അപ്പം നേരത്തെ ഇവിടെ നിലനിന്നിരുന്ന പ്രഭുക്കന്മാര്, അതുപോലെ രാജാക്കന്മാര്, സെമിന്ദാരുകൾ, ഇതൊക്കെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട്. ഇൻഡീഡ് ദ മിഡിൽ ക്ലാസ്സസ് വിച്ച് എമർജ്ഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡിൽ പുതുതായിട്ട് രൂപം കൊണ്ടതാണ് മിഡിൽ ക്ലാസ്. അവരുടെ ആധിപത്യമാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടിരുന്നത്. ആർ നൗ പ്രൊമിനന്റ് ഇൻ നിയർലി ഓൾ സ്പിയേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ മിഡിൽ ക്ലാസ് അവരുടെ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ദ സോഷ്യൽ തിങ്കേഴ്സ് discussed in this unit are drawn from the middle class base, although castes are important in ritualistic and domestic spheres. അപ്പോൾ റിച്വലിസ്റ്റിക്കും അതുപോലെ ഡൊമസ്റ്റിക് സ്പിയേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വീടുകളായിട്ട് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കാസ്റ്റിന് വളരെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ദെൻ ക്ലാസസ് ഹാവ് ബിക്കം സിഗ്നിഫിക്കൻ്റ് ഇൻ ഒക്കപ്പേഷണൽ, പ്രൊഫഷണൽ ആൻഡ് പബ്ലിക് ലൈഫ്. പക്ഷേ ഒക്കപ്പേഷണൽ അതുപോലെ പ്രൊഫഷണൽ അതുപോലെ പബ്ലിക് ലൈഫിലൊക്കെ ഈ കാസ്റ്റിനേക്കാൾ കൂടുതൽ മേധാവിത്വം ക്ലാസ് ആണ് ചെലുത്തിയിരുന്നത്. ദ ടേം മിഡിൽ ക്ലാസ് ഈസ് യൂസ്ഡ് ഹിയർ നോട്ട് ആസ് എ പ്യുവർ എക്കണോമിക് കാറ്റഗറി. ഒരു പ്യുവർ എക്കണോമിക് കാറ്റഗറി എന്നുള്ള ആ അർത്ഥത്തിലല്ല ഇവിടെ നമ്മൾ മിഡിൽ ക്ലാസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ദ മിഡിൽ ക്ലാസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് എക്കണോമിക് ആൻഡ് കൾച്ചറൽ. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ എന്തിനാലൊക്കെ ബന്ധപ്പെട്ടതാണ്, എക്കണോമിക്സും അതുപോലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞത്. ദ മെമ്പേഴ്സ് ഓഫ് ദ മിഡിൽ ക്ലാസ് നോട്ട് ഓൺലി ഷെയർ എ കോമൺ എക്കണോമിക് ലൈഫ് ബട്ട് ഓൾസോ എ സോഷ്യോ കൾച്ചറൽ ലൈഫ്. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ മിഡിൽ ക്ലാസ് അവർ ഒരു കോമൺ എക്കണോമിക് ലൈഫ് മാത്രമല്ല, ഒരു സോഷ്യൽ കൾച്ചറൽ ലൈഫും അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഫോർ റിഫോം. അപ്പോൾ പലതരം മൂവ്മെന്റ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പോൾ ഇനി അടുത്തത് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന്. ദ റിഫോമിസ്റ്റ് മൂവ്മെന്റ്. വൺ ഓഫ് ദ ഏർലി 19th century റിഫോമേഴ്സ് വാസ് രാജാറാം മോഹൻ റോയ്. 1772 തുടങ്ങി 1833 വരെയുള്ള കാലഘട്ടത്തിൽ ഏർലി 19th century ഒരു പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് of Bengal, who believed that Indians could become progressive if they shed the superstitions and evil practice such as sati, infanticide, etc. അപ്പോൾ ഈ രാജാറാം മോഹൻ റായിയുടെ അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം ഒരു ബംഗാളിയായിരുന്നു. ഹു ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യൻസ് കുഡ് ബിക്കം പ്രോഗ്രസീവ്. ഇന്ത്യ പുരോഗമിക്കണമെങ്കിൽ, അവിടെയുള്ള ആളുകൾക്ക് പുരോഗതി പ്രാപിക്കണമെങ്കിൽ ദേ ഷെഡ് ദ സൂപ്പർസ്റ്റിഷൻസ്
അവരുടെ അന്ധവിശ്വാസങ്ങളും ഈവിൾ പ്രാക്ടീസസ്, കുറേ പൈശാചിക പ്രാക്ടീസസ് ഒക്കെ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് സതി, ഇൻഫൻറ്റിസൈഡ്, കുഞ്ഞുങ്ങളെ കൊല്ലുക, അങ്ങനെയുള്ള ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ മുക്തി നേടിയാലേ ഇന്ത്യയിലെ ആളുകൾക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു രാജാറാം മോഹൻ റായ്. ഹി അഡ്വക്കേറ്റഡ് എ ന്യൂ കൈൻഡ് ഓഫ് റിലീജിയൻ വിച്ച് കമ്പൈൻഡ് ക്രിസ്ത്യൻ ടീച്ചിങ്സ് വിത്ത് വേദാന്ത. അദ്ദേഹം ഒരു പുതിയ രീതിയിലുള്ള ഒരു റിലീജിയൻ പരിചയപ്പെടുത്തി. അത് എന്തെല്ലാമായിട്ട് സമ്മേളിച്ചിട്ടുള്ളതാണ് അത്. വിച്ച് കമ്പൈൻഡ് ക്രിസ്ത്യൻ ടീച്ചിങ്സും അതുപോലെ തന്നെ വേദാന്തവും കൂടി സമ്മിശ്രമാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഹി ഫൗണ്ടഡ് ദ ബ്രഹ്മ സമാജ് വിച്ച് വാസ് meant to be a spiritual forum where monotheistic, non-idolatrous worship could be conducted by its members who had nothing to do with caste or superstition. അപ്പോൾ അദ്ദേഹം രൂപീകരിച്ച ഒരു പ്രത്യേക സ്പിരിച്വൽ ഫോറമാണ് അദ്ദേഹം രൂപീകരിച്ചത്. അവിടെ മോണോതിസ്റ്റിക്, ഒരേ ഈശ്വരനിൽ വിശ്വസിക്കുക, പല ഈശ്വരന്മാരിലല്ല, ഒരു ഏക ദൈവത്തിൽ വിശ്വാസം. അതുപോലെ നോൺ എഡൽട്ടറസ് വർഷിപ്പ്, ഒരു രീതിയിലുള്ള വിഗ്രഹ ആരാധനകളും ഇല്ലാതെ ഇരിക്കുക. അതുപോലെ കുഡ് ബി കണ്ടക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ഹു ഹാഡ് നത്തിങ് ടു ഡു വിത്ത് കാസ്റ്റ് ഓർ സൂപ്പർസ്റ്റിഷൻ. കാസ്റ്റ് അതുപോലെ മറ്റ് ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മൂർത്തിയാരാധനകളോ വിഗ്രഹാരാധനകളോ ഇല്ലാത്ത ഒരു രീതി. റാംമോഹൻ റോയ്സ് ഇൻഫ്ലുവൻസ് വാസ് മെയിൻലി കൺഫൈൻഡ് ടു അർബൻ ലിറ്ററേറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബംഗാൾ. അപ്പോൾ ഈ രാംമോഹൻ റോയുടെ സ്വാധീനം മെയിൻലി കൺഫൈൻഡ് ടു അർബൻ ലിറ്ററേറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബംഗാൾ. ബംഗാളിലെ അർബൻ ആളുകൾ, അതുപോലെ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരിലൊക്കെ കൂടുതൽ സ്വാധീനം ചെലുത്തി. ഇൻ ദ സെയിം ജോറി മഹാദേവ് ഗോവിന്ദ് റാൻഡെ, ജൂറിസ്റ്റ് ഓഫ് മഹാരാഷ്ട്ര, ഫൗണ്ടഡ് ദ പ്രാർത്ഥന സമാജ് ഇൻ ബോംബെ. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ പ്രാർത്ഥന സമാജ് അതിൻ്റെയും രൂപീകരണം ഉണ്ടായി. അത് രൂപീകരിച്ചത് മഹാദേവ് ഗോവിന്ദ് റാൻഡെ ആയിരുന്നു. ദിസ് വാസ് ബ്രോഡ്ലി മോഡൽഡ് ഓൺ ദ ബ്രഹ്മ സമാജ് ഓഫ് ബംഗാൾ. ഏതാണ്ട് ബംഗാളിൽ ബ്രഹ്മ സമാജ് എങ്ങനെ ഉണ്ടാക്കി അതേ മോഡലിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഈ പ്രാർത്ഥനാ സമാജ്. എന്നാലും അതിൻ്റെ വിശ്വാസങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തമ്മിൽ അവർ എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. റാംമോഹൻ റായ്സ് റിഫോം വെർ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ ഓർത്തഡോക്സ് ഹിന്ദുസ് ലെഡ് ബൈ രാധാകാന്ത് ദേവ്. Here was the confrontation between tradition and modernity. By contrast, the liberal trends initiated by the Prarthana Samaj did not create a direct conflict between tradition and modernity. അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥനാ സമാജിൻ്റെ കീഴിൽ ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ, ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. Unlike the members of Brahma Samaj, its members did not lead a distinctive anti-traditionalist lifestyle, so there was no sharp reaction from society. ഇനി അടുത്തതാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ്. നവോത്ഥാനപരമായിട്ടുണ്ടായിരുന്ന മൂവ്മെന്റ്സ്. 2 റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് മേ ബി ഓൾസോ മെൻഷൻഡ്. ഇവിടെ 2 എണ്ണമാണ് പ്രത്യേകം പറയപ്പെടേണ്ട റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ്. അതായത് ദ ആര്യ സമാജ് ലഞ്ച് ബൈ ദയാനന്ദ സരസ്വതി. 1824 തുടങ്ങി 83 വരെയുള്ള കാലഘട്ടത്തിൽ ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജാണ് ഒരു മൂവ്മെന്റ്. വാസ് ബേസ്ഡ് ഓൺ അപ്പീൽ ടു പീപ്പിൾ ടു ഷെഡ് ദ അൺഹെൽത്തി ഫീച്ചേഴ്സ് ഓഫ് ഹിന്ദുയിസം. ഹിന്ദുയിസത്തിൽ ഉൾക്കൊള്ളുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിക്കുക. സച്ച് ആസ് നാരോവിനസ് ഓഫ് കാസ്റ്റ്, സൂപ്പർസ്റ്റിഷൻ, റിച്വലിസം ഒക്കെ. അപ്പോൾ ഇതുപോലെയുള്ള നാരോവിനസ്, ഇടുങ്ങിയ മനസ്ഥിതികൾ കാസ്റ്റിൻ്റെ, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, റിച്വലിസം, അത് ആ വക കാര്യങ്ങളെയൊക്കെ തിരസ്കരിക്കാനാണ് ആര്യ സമാജ് പ്രചോദനം നൽകിയത്. ആൻഡ് ഗോ ബാക്ക് ടു ദ പ്രീസ്റ്റൈൻ പ്യൂരിറ്റി ഓഫ് വേദാസിൻ്റെ ആ പ്യൂരിറ്റിയിലേക്ക്, ശുദ്ധതയിലേക്ക് നടക്കുക, മറ്റ് അന്ധവിശ്വാസങ്ങളെയൊക്കെ തള്ളിക്കളയുക. അതായിരുന്നു ഈ ആര്യ സമാജ് തീരുമാനങ്ങൾ. ഇറ്റ് സ്പോൺസേർഡ് എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഹാഡ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പോണൻസ്. ദ DAV or Dayananda Anglo-Vedic College spread education in North India on a
വൈഡ് സ്കെയിൽ. ആ കാലഘട്ടത്തിൽ തന്നെ DAV അല്ലെങ്കിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജസ് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും തുറന്നു. രാമകൃഷ്ണ മിഷൻ ഫൗണ്ടഡ് ബൈ വിവേകാനന്ദ ഹാഡ് എ ടു ഫോൾഡ് പർപ്പസസ്. അപ്പോൾ ഇവിടെ രാമകൃഷ്ണ മിഷൻ അത് ആരംഭിച്ചത് വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് 2 ഉദ്ദേശങ്ങളാണ് ഇതുമൂലം ഉണ്ടായിരുന്നത്. 1, to make educated people in India to realize their responsibility to the weaker section and take steps to remove poverty and social backwardness. അപ്പോൾ രാമകൃഷ്ണ മിഷന്റെ ഒന്നാമത്തെ എയിം എന്ന് പറഞ്ഞാൽ ടു മേക്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വിദ്യാഭ്യാസമുള്ള ആളുകളെ കൂടുതലായിട്ട് സൃഷ്ടിച്ചെടുക്കുക. എന്തിനു വേണ്ടിയാണ്? ടു റിയലൈസ് ദെയർ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുക. അവരുടെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ടു ദ വീക്കർ സെക്ഷൻ, സമൂഹത്തിൽ വീക്കായിട്ടുള്ള ആളുകളുടെ ആ സെക്ഷനോടുള്ള അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി അവരെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുക. എന്നിട്ട് എന്താ ചെയ്യണം? ടു മേക്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ഇന്ത്യ ടു റിയലൈസ് ദർ റെസ്പോൺസിബിലിറ്റി ടു ദ വീക്കർ സെക്ഷൻ ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു റിമൂവ് പോവർട്ടി ആൻഡ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ്. അപ്പോൾ സൊസൈറ്റിയിലുള്ള പോവർട്ടി, ദാരിദ്ര്യവും അതുപോലെ സാമൂഹിക പിന്നോക്കാവസ്ഥ ആളുകളുടെ അത് പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ട് മറ്റുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു പ്രൊപ്പഗേറ്റ് ഇന്ത്യൻ വേദാന്ത ടു ദ വെസ്റ്റേണേഴ്സ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വേദാന്തം വെസ്റ്റേണേഴ്സിൻ്റെ ഇടയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഈ 2 ഉദ്ദേശങ്ങളാണ് രാമകൃഷ്ണ മിഷന് ഉണ്ടായിരുന്നത്. ഇൻ റിഗാർഡ് ടു ഫസ്റ്റ്, മെനി സ്കൂൾസ് ആൻഡ് hostels were found in Indian urban, rural and tribal areas to improve education and employment prospects of common people. അപ്പോൾ സാധാരണ ആളുകളുടെ വിദ്യാഭ്യാസവും അതുപോലെ ഉദ്യോഗപരമായിട്ടുള്ള പ്രോസ്പെക്ട്സും വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും സ്കൂളുകളും ഹോസ്റ്റലുകളും ഒക്കെ കൂടുതലായിട്ട് തുറന്നു. ഇൻ റിഗാർഡ് ടു സെക്കൻഡ്, അദ്വൈത സെന്റേഴ്സ് വെയർ, അതുപോലെ തന്നെ വേദാന്ത പ്രചരണത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി അദ്വൈത സെന്റേഴ്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മെനി വെസ്റ്റേൺ കൺട്രീസ് ടു ബ്രിങ് അബൌട്ട് സ്പിരിച്വൽ അവൈക്കനിങ് എമംഗ് വെസ്റ്റേൺ പീപ്പിൾ. വെസ്റ്റേൺ പീപ്പിളിൻ്റെ ഇടയിൽ സ്പിരിച്വൽ ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് അദ്വൈത സെന്റേഴ്സും ഓപ്പൺ ചെയ്തു. ഇനി അതർ മൂവ്മെന്റ്സ്, അപ്പൊ ഇതിനൊക്കെ കൂടാതെ വേറെയും ചില മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് റിലേറ്റഡ് ടു ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് അൺബാലൻസ്ഡ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ട് ഓരോരോ മൂവ്മെന്റ്സും ഇടകാലങ്ങളിൽ ആരംഭിച്ചു. മോസ്റ്റ് ഓഫ് ദീസ് ഇഷ്യൂസ് ആർ പ്രൊഡക്ട്സ് ഓഫ് മൂവ്മെന്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. മിക്കവാറും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പല പ്രസ്ഥാനങ്ങളും ആരംഭിക്കുകയുണ്ടായി. എക്സെപ്റ്റ് ദിസ് ബ്രീഫ് മെൻഷൻ ടു സച്ച് ട്രെൻഡ്സ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത് ഇവിടെ അതിനൊരു സോഷ്യോളജി കോഴ്സ് ഉണ്ടാക്കണമെന്നുള്ളത് ബോധവും ഇന്ത്യക്കാരിൽ വളർത്താനായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം സഹായപ്രദമായിരുന്നു. ഇനി അടുത്ത പൊളിറ്റിക്കൽ, ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സ് കഴിഞ്ഞ് ഇനി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ. പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ഫ്രീഡം ഓഫ് ഇന്ത്യ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ സോഷ്യോളജിയുടെ ഉദയത്തിന് ഇവിടെ സഹായപ്രദമായിരുന്നു. ടവേഴ്സ് ദ എൻഡ് ഓഫ് 19th century, a political movement for the attainment of independence arose in India. The National Congress, founded in 1885 by Hume. അപ്പൊ ഈ നാഷണൽ കോൺഗ്രസ് 1885 ഇവിടെ ആരംഭിച്ച് ഇനി അതിന് ശേഷമുള്ള ഫ്രീഡം സ്ട്രഗിളും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കാം നമുക്ക്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ നാഷണൽ കോൺഗ്രസ് വെർ ഡ്രോൺ ഫ്രം അർബൻ ലിറ്ററേറ്റ് ഗ്രൂപ്പ്സ്. അപ്പൊ കൂടുതൽ അർബൻ ലിറ്ററേറ്റ് ഗ്രൂപ്പ്സിൽ നിന്നാണ് കോൺഗ്രസ് മെമ്പേഴ്സ് മിക്കവരും ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി മിഡിൽ ക്ലാസ് ക്യാരക്ടർ പെർസിസ്റ്റഡ് ഫ്രം 1885 to 1917 വിത്ത് ദ കമ്മിങ് ഓഫ് MK ഗാന്ധി. അപ്പം MK ഗാന്ധിയുടെ പ്രവേശനത്തോടു കൂടി ഈ സീനിൽ ദ കോൺഗ്രസ് ബിക്കം എ മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി, ഒരുപാട് ആളുകളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറി. ഇൻ വിച്ച് അർബൻ പ്രൊഫഷണൽ പീസൻസ്, ആർട്ടിസൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഫോം ദ ബൾക്ക് ഓഫ് പ്രൈമറി മെമ്പേഴ്സ്.
അപ്പോൾ ഇവരുടെ പ്രൈമറി മെമ്പേഴ്സിൽ വളരെയധികം പ്രൊഫഷണൽസ്, പീസൻസ്, ആർട്ടിസൻസ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എല്ലാം കൊണ്ട് ഈ പാർട്ടി കൂടുതൽ മെച്ചപ്പെട്ടു. ബ്രോഡ്ലി സ്പീക്കിംഗ്, ഇന്റലക്ച്വൽസ് ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് ഹാവ് ടു ഫേസ് ദ ടൈപ്പ് ഓഫ് പെർസിക്യൂഷൻ ഫേസ്ഡ് എൽസ്വെയർ ഫോർ ഹോൾഡിംഗ് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് ഓർ അജിറ്റേറ്റിംഗ് ഫോർ ഫ്രീഡം. However, numerous Congress leaders and followers went to prison under the charge of sedition during the Swadeshi movement, non-cooperation movement and ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പോൾ ഇവിടെ ഉടലെടുത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഉടലെടുത്ത കുറെ മൂവ്മെന്റ്സ് ആണ് സ്വദേശി മൂവ്മെന്റ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ. അപ്പൊ അതിലൊക്കെ പങ്കാളിത്തം വഹിച്ച പല ആളുകളും ജയിൽവാസം അനുഷ്ഠിക്കേണ്ടതായിട്ട് വന്ന് അണ്ടർ ദ ചാർജ് ഓഫ് സെഡീഷൻ, രാജ്യദ്രോഹം ചുമത്തി പല ആളുകളെ ഈ കോൺഗ്രസ്സുകാര് അന്നത്തെ ഭരണകർത്താക്കള് ജയിലിലടക്കേണ്ടായി. Several people were also executed for their participation in anti-state and termed by the British as terrorist activities. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്തെങ്കിലുമൊക്കെ ഒരേ കുറ്റം പറഞ്ഞ് ആളുകളെ ജയിലിലടക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അപ്പോൾ സെവർ പീപ്പിൾ വെയർ ഓൾസോ എക്സിക്യൂട്ടഡ് ഫോർ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ആൻറ്റി-സ്റ്റേറ്റ് ആൻഡ് ടേംഡ് ബൈ ദ ബ്രിട്ടീഷ് ആസ് ടെററിസ്റ്റ്. ഇവർ ടെററിസ്റ്റുകളാണ്, സ്റ്റേറ്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് വളരെയേറെ പേരെ ജയിലിലടക്കേണ്ടായി. ഇനി അടുത്തത് കോംപ്ലിമെന്ററി നേച്ചർ ഓഫ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഇനി വേറെ കോംപ്ലിമെന്ററി നേച്ചർ ഓഫ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ആണ് അടുത്തത്. വൈ ദ റിലീജിയസ് മൂവ്മെന്റ്സ് ഇന്ത്യ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ടഡ് ടു പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് റിഫോംസ്. The National Congress and other political parties directly participated in political activities. അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നാഷണൽ കോൺഗ്രസും അതുപോലെ അതർ പൊളിറ്റിക്കൽ പാർട്ടീസും ആണ്. അതുപോലെ തന്നെ കുറെ റിലീജിയസ് മൂവ്മെന്റ്സും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ദ ഫോമർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇൻഡ്യൂസ്ഡ് സെൽഫ് കോൺഫിഡൻസ് വൈൽ ദ ലേറ്റർ ടൈപ്പ് ക്രിയേറ്റഡ് എ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്. അപ്പോൾ ഇവിടെ രണ്ടു തരം മൂവ്മെന്റ്സ് ആണ് ഉണ്ടായത്. അപ്പോൾ ആ മൂവ്മെന്റ്സിൽ റിലീജിയസ് മൂവ്മെന്റ്സും ഉണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ഉണ്ട്. അതിൽ ദ ഫോർമർ ടൈപ്പ്, അതായത് റിലീജിയസ് മൂവ്മെന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡ്യൂസ്ഡ് സെൽഫ് കോൺഫിഡൻസ്, ഓരോരുത്തരുടെ ആത്മധൈര്യം, ഇവിടെയുള്ള ഇന്ത്യക്കാരിൽ ആത്മധൈര്യം വർദ്ധിപ്പിക്കുക. വൈ ദ ലേറ്റർ ടൈപ്പ് ക്രിയേറ്റഡ് എ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുകളിൽ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, ഒരു അവബോധം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് മൂവ്മെന്റ്സും ചെയ്തിരുന്നത്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്. ഇനി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് റിലേറ്റഡ് ടു പീസൻസ്, വുമൺ, മൈനോറിറ്റീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ്. അങ്ങനെ ധാരാളം മൂവ്മെന്റ്സ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്, പീസൻസ്, വുമൺ, അതുപോലെ മൈനോറിറ്റീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇതിനെയൊക്കെ ബന്ധപ്പെട്ട് ധാരാളം മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. അതിന് പല നേതാക്കന്മാരും ഇവിടെ അതിനായിട്ട് നേതൃത്വം കൊടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ബീങ് ദ മോസ്റ്റ് എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഒപ്രസ്ഡ് സെഗ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏറ്റവും കഷ്ടത അനുഭവിച്ചതും ചൂഷണത്തിന് അതീതരായിരുന്നിട്ടുള്ള ആളുകളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഹാവ് ക്വൈറ്റ് എ ലോങ് ഹിസ്റ്ററി ഓഫ് പ്രൊട്ടസ്റ്റ്, സ്ട്രഗിൾ ആൻഡ് ഓർഗനൈസ്ഡ് മൂവ്മെന്റ്സ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും മറ്റുള്ളവർക്ക് എതിരായിട്ട് ധാരാളം സ്ട്രഗിളും അതുപോലെ മൂവ്മെന്റ്സും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് Om Vet has worked on the Dalit movement after Ambedkar, while Sinha and Singh or have studied tribal movements. അപ്പോൾ ഇതിലൊക്കെ ഈ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരൊക്കെ ഓം വെറ്റ്, അതുപോലെ സിൻഹ, പിന്നെ വുമൺസ് മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി പേര് ഈ പിക്ചറിൽ വരുന്നുണ്ട്. ഇനി അടുത്തത് ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് ഇൻ ഇന്ത്യ. ഇനി അടുത്തത് ഇന്റലക്ച്വൽ ആന്റിസിഡൻസ്. അപ്പൊ സോഷ്യൽ നോക്കിക്കഴിഞ്ഞ്, നമ്മൾ റിലീജിയസ് നോക്കിക്കഴിഞ്ഞ്, പിന്നെ പൊളിറ്റിക്കലി അങ്ങനെയുള്ള മൂവ്മെന്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞ്, ഇനി സോഷ്യോളജി ഉദയം ചെയ്യാൻ സഹായപ്രദമായ ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തോട്ട് ഇന്ത്യയിൽ ഉത്ഭവിക്കാൻ സഹായപ്രദമായിട്ടുള്ള ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. വി മേ മേക്ക് ഹിയർ റെഫറൻസ്
to the British impact on Indian allies. India had a classical literary traditions which lasted 4 centuries. ഇവിടെ ഒരു ക്ലാസിക്കൽ ലിറ്റററി ട്രഡീഷൻ ആണ് നമുക്ക് നിലനിന്നിരുന്നത്. ഹോൾമാർക്ക് ഓഫ് എലൈറ്റിസം വാസ് നോൺ ഓഫ് സാൻസ്ക്രിറ്റ്. അപ്പോൾ അവിടെ എലൈറ്റുകൾ അല്ലെങ്കിൽ വരണ്യ ശ്രേഷ്ഠമായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഷയായിട്ട് ഈ അനുമാനിച്ചിരുന്നത് സാൻസ്ക്രിറ്റ് ആണ്. അപ്പൊ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഭാഷയായിട്ടാണ് എലൈറ്റ്സ് വർഗത്തിന്റെ ഒരു ഹാൾമാർക്ക് ആയിട്ടാണ് അന്ന് കണ്ടിരുന്നത്. ബട്ട് ഡ്യൂറിങ് ദ ഭക്തി പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചപ്പോൾ ദർ വാസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ലിറ്ററേച്ചർ ഇൻ റീജിയണൽ ലാംഗ്വേജ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ സാൻസ്ക്രിറ്റിലാണ് കൂടുതൽ കൃതികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഭക്തികാല ആരംഭത്തോടുകൂടി പല ഭാഷകളിലും റീജിയണൽ ലാംഗ്വേജസിലും പല നല്ല ക്വാളിറ്റി ലിറ്ററേച്ചറുകളൊക്കെ ഉത്ഭവിച്ച്. ദ ഭക്താസ് ഹു ഇൻസ്പയർഡ് ലിറ്റററി ആക്ടിവിറ്റി ഇൻ റീജിയണൽ ലാംഗ്വേജ് വേർ ഐദർ റൈറ്റേഴ്സ് ദംസെൽസ് ഓർ എൽസ് ദെയർ ടീച്ചിങ് ഇൻസ്പയർഡ് ലിറ്റററി വർക്കർ. അപ്പൊ ചിലവരൊക്കെ ഈ കവികളിലും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ ചിലവർ സ്വയം ആളുകളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ എഴുതുമായിരുന്നു. ചിലവർ മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ച് ലിറ്റററി വർക്ക് ചെയ്യുമായിരുന്നു. മെൻഷൻ മേ ബി മെയ്ഡ് ഓഫ് തുളസിദാസ് ആൻഡ് സൂർദാസ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് തുളസിദാസ്, സൂർദാസ്, അതുപോലെ കബീർ, പിന്നെ ശങ്കരദേവ, അതുപോലെ ചൈതന്യ, നാംദേവ് ആൻഡ് ദുഃഖാറാം മറാത്തിയിലുള്ള, അതുപോലെ നാർസി മെഹത്ത ഗുജറാത്തി, പുനരുദ്ധാസ കന്നഡ, നയനാസ് ആൻഡ് ആൾവാസ് തമിഴ് ആൻഡ് മെനി അതേഴ്സ്. ഇവരൊക്കെ റീജിയണൽ ലാംഗ്വേജസിൽ സാഹിത്യരചന നടത്തിയിട്ടുള്ളവരായിരുന്നു ഭക്തി പ്രസ്ഥാനങ്ങൾ. വൈൽ ദ ഭക്താസ് റിമൈൻഡ് പ്രീ എമിനന്റ്ലി folk ventured figures in several regions of India, the elites continued to cling to Sanskrit as the ideal literary form. അപ്പൊ ഈ ഭക്താസ് അവരുടെ ഫോൾക്ക് വെന്റേഡ് അവരുടെ ആ റീജിയണൽ ലാംഗ്വേജിലുള്ള കാര്യങ്ങളിലൊക്കെ ലയിച്ചിരുന്നെങ്കിലും എലൈറ്റ്സ് അപ്പോഴും സാൻസ്ക്രിറ്റ് തന്നെയാണ് ഐഡിയൽ ലിറ്റററി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ജീവിച്ചിരുന്നത്. വരണ്യവർഗം പ്രസ്റ്റീജ് വാസ് അറ്റാച്ച്ഡ് ടു സാൻസ്ക്രിറ്റ് കോമ്പോസിഷൻസ്. അപ്പൊ അന്നും ഈ റീജിയണൽ ലാംഗ്വേജസിലുള്ള ലിറ്റററി വർക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ പ്രസ്റ്റീജ് ലഭിച്ചിരുന്നത് സാൻസ്ക്രിറ്റ് കമ്പോസിഷൻസിനായിരുന്നു. ഈവൻ രവീന്ദ്രനാഥ് ടാഗോർ had to contend with the Bengali traditional elites who held that Sanskrit was much superior medium of instruction. അപ്പോൾ ഏറ്റവും നല്ല സുപ്പീരിയർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സാൻസ്ക്രിറ്റ് ആണെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അന്നത്തെ എലൈറ്റ്സ് വർഗം. ദർ വാസ് എ ഷിഫ്റ്റ് but partial change over to English among the Indian allies. According to Edward Shales, in spite of this shift to English, there was a subconscious longing among the Indian allies for the older Brahminical tradition based on Sanskrit. പിന്നീട് ഇംഗ്ലീഷ് സ്ഥാനം നേടാൻ തുടങ്ങിയപ്പോൾ ഭാഷയുടെ പ്രാധാന്യം ഇംഗ്ലീഷിന് ലഭിച്ചു തുടങ്ങിയപ്പോൾ മറ്റ് ഭാഷകൾക്കൊക്കെ ഒരു ഇടിവ് സംഭവിച്ചു. ഇൻ അതർ വേർഡ്സ്, the modern English educated elites were more inspired by literary humanistic tradition than by science and technology. This persistence was due to the hold of Sanskrit on the elite. പിന്നെ ഡയലമ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ധർമ്മസങ്കടം ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിൽ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെ ആധുനികത അത് തമ്മിൽ ഏതാണ് നല്ലതെന്നുള്ള ഒരു ഡയലമ. അതെന്താ നോക്കുക. ഇൻ സം ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ ഓഫ് ദ 20th century were caught in the dilemma between tradition and modernity. Tradition stood for the old customs. Tradition പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ it stood for the old customs, പഴയ കസ്റ്റംസ്, വാല്യൂസ്, ഐഡിയൽസ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ. വൈൽ മോഡേണിറ്റി ഇംപ്ലൈഡ് ദ ഇമ്പാക്ട് ഓഫ് ദ വെസ്റ്റേൺ ഐഡിയൽസ് ഓഫ് റാഷണാലിറ്റി, ഫ്രീഡം, ഇക്വാലിറ്റി. ഇനി മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്നത് വെസ്റ്റേൺ ഐഡിയൽസ് ഓഫ് റാഷണാലിറ്റി, ഫ്രീഡം, ഈക്വാലിറ്റി എക്സെട്ര ആണ്. ഇനി ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഷുഡ് നോട്ട് വ്യൂഡ് ആസ് പോളാർ ഓപ്പോസിറ്റ് ബട്ട് സം സ്കോളേഴ്സ്. ഇനി ഇത് രണ്ടും ട്രഡീഷനും മോഡേണിറ്റിയും രണ്ട് ഒരേ കാര്യത്തിന്റെ രണ്ട് എതിർദിശകളാണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സം സ്കോളേഴ്സ് ഹാവ് യൂസ്ഡ് ദം ആസ് എ ഡിവൈസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ വാല്യൂസ്. രണ്ടിനെയും വേറെ വേറെ രണ്ട് അറ്റങ്ങളായിട്ട്, ഒരു പോളിന്റെ രണ്ട് അറ്റങ്ങളായിട്ട് കാണാതെ
കുറേ സ്കോളേഴ്സ് ഈ രണ്ട് മോഡേണിറ്റിനെയും അതുപോലെ ട്രഡീഷനെയും കണ്ടിരുന്നത് എ ഡിവൈസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ വാല്യൂസ്, പഴയതും പുതിയതുമായിട്ടുള്ള മൂല്യങ്ങളുടെ ഒരു വിടവായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ഇനി കുമാരസ്വാമി, എ ഫേമസ് സോഷ്യൽ തിങ്കർ ആൻഡ് കർട്ടർ ഓഫ് ഇന്ത്യൻ ആർട്ട് ഇൻ USA. കുമാരസ്വാമി അദ്ദേഹം ഓൾമോസ്റ്റ് വീഡ് ടു ദ റിജക്ഷൻ ഓഫ് പ്രാക്ടീസസ്. ഹി മെന്റ് ബൈ ട്രഡീഷൻ ദ ബേസിക് പ്രിമൈസസ് ഓർ കോർ വാല്യൂസ് വിച്ച് വെർ കോമൺ ടു ബോത്ത് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. പിന്നെ വേറൊരാളാണ് ബിനോയ് കുമാർ സർക്കാർ, ആൻ എമിനന്റ് സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം ഒരു എമിനന്റ് സോഷ്യോളജിസ്റ്റ് ആണ്. ടുക്ക് ദ അതർ എക്സ്ട്രീം ഓഫ് സെറ്റിംഗ് അസൈഡ് ദ ട്രഡീഷൻ ഓഫ് ഇന്ത്യ വിച്ച് വെർ റൂട്ടഡ് ഇൻ റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. അപ്പൊ ഇന്ത്യ റൂട്ടഡ് ചെയ്യുന്നത് റിലീജിയനിലും സ്പിരിച്വാലിറ്റിയിലും ആണെന്ന് കൂടുതൽ ഊന്നി പറഞ്ഞൊരു വ്യക്തിയാണ് ബിനോയ് കുമാർ സർക്കാർ. He tried to show the secular strength of India, yet he did not altogether reject tradition. അദ്ദേഹം സെക്യുലർ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യനെ കൂടുതൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു, മതേതരത്തിന്. യെറ്റ് ഹി ഡിഡ് നോട്ട് ഓൾടുഗദർ റിജക്ട് ട്രഡീഷൻ. പക്ഷെ ട്രഡീഷനെ അങ്ങനെ തന്നെ തള്ളിക്കളയാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഹി വാണ്ടഡ് ടു എക്സ്ട്രാക്ട് ദ സെക്യുലർ കമ്പോണന്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് യൂസ് ഇറ്റ് ഫോർ ഹ്യൂമൻ പ്രോഗ്രസ്. ഇനി അടുത്ത വ്യക്തിയാണ് ബിനോയ് കുമാർ സർക്കാർ. ബിനോയ് കുമാർ സർക്കാർ വാസ് എ റാഷണലിസ്റ്റ്. ഹി ഡിഡ് നോട്ട് എഗ്രി വിത്ത് ദ വ്യൂ that the West was materialistic while the East was spiritualistic. അപ്പൊ ഈ ഐഡിയ, വെസ്റ്റ് പാശ്ചാത്യര് മെറ്റീരിയലിസ്റ്റിക് ആണ്, ഭൗതികവാദികളും ഈസ്റ്റിലുള്ളവര് സ്പിരിച്വാലിസ്റ്റ്, അത് ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളുകളുമാണെന്നുള്ള ഒരു ചിന്താഗതി, അത് അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. ബിനോയ് കുമാർ സർക്കാർ വാസ് എ റാഷണലിസ്റ്റ്. അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു. ഹി ഡിഡ് നോട്ട് എഗ്രി. പക്ഷേ ഒരു കൂട്ടര് ഭൗതികവാദികളും മറ്റത് ആത്മീയവാദികളുമാണെന്നുള്ള ആ ചിന്താഗതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല. സർക്കാർ ആർഗ്യൂഡ് ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഹാഡ് മെറ്റീരിയലിസ്റ്റിക് ആസ് വെൽ ആസ് സെക്യുലർ കമ്പോണൻസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഭൗതികമായിട്ടുള്ള കമ്പോണൻസും ഉണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ കമ്പോണൻസും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന്. ഹി ഡിഡ് നോട്ട് സബ്സ്ക്രൈബ് ടു ദ വ്യൂ ദാറ്റ് ഇന്ത്യ വാസ് മിസ്റ്റിക്കൽ ഓർ അതർ വേൾഡ്ലി. രഹസ്യവാദി ചിന്താഗതിയല്ല ഇവിടെയുള്ളത്. സർക്കാർ വെൽക്കം ദ ട്രാൻസിഷൻ ഓഫ് ഇന്ത്യ ഫ്രം ഫ്യൂഡൽ അഗ്രേരിയൻ പാസ്റ്റ് ടു ക്യാപിറ്റലിസ്റ്റിക് പ്രസന്റ്. ദ കൊളോണിയൽ റൂൾ ഹാഡ് ബ്രോക്കൺ അപ്പ് the isolation of India and brought it into the global mainstream. Capitalism or bourgeoisie culture was the dominant force of contemporary times. ആ കാലത്തിന്റെ പരിവർത്തനത്തിലൂടെ ഇന്ത്യയും അവസാനം വേറൊരു സ്റ്റേജിലേക്ക് ചേരുന്ന ആ ഒരു രീതിയാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഇൻ ഹിസ് സെർച്ച് ഫോർ ദ റാഷണലിസ്റ്റിക് ബേസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈ റാഷണലിസ്റ്റിക് ബേസസ് ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ BK സർക്കാർ റിസംബിൾഡ് മാക്സ് വെബർ. മാക്സ് വെബറുമായിട്ട് ഏതാണ്ട് ഒരു മാക്സ് വെബറിന്റെ ചിന്താഗതിയോട് യോജിച്ചു പോകുന്ന ഒരു ചിന്താഗതിയായിരുന്നു ഇവിടെ സർക്കാരും പ്രദർശിപ്പിച്ചത്. ബിനോയ് കുമാർ സർക്കാർ, ഹു ഡെവലപ്ഡ് സോഷ്യോളജി ഓഫ് ക്യാപിറ്റലിസം. അദ്ദേഹമാണ് സോഷ്യോളജി ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള ആ ഭാഗം ഉണ്ടാക്കിയത്. However, സർക്കാർ ഫോക്കസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാപിറ്റലിസം while Karl Marx discussed it economic aspect and Max Weber focused on bureaucracy. അപ്പോൾ ഇവിടെ ഓരോരുത്തരും അവരുടെ ആ വ്യൂ പോയിന്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചതെന്നാണ് പറയുന്നത്. സർക്കാർ ഫോക്കസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ രാഷ്ട്രീയ വശത്തിനെയാണ് സർക്കാർ കൂടുതലായിട്ട് ഊന്നിയിരുന്നതെങ്കിൽ വൈൽ കാറൽ മാർക്സ് ഇവിടെ കൂടുതൽ പരിശീലനം കൊടുത്തത്, അത് ഊന്നി പറഞ്ഞത് എക്കണോമിക് ആസ്പെക്ട്സ് ആണ്. അതുപോലെ മാക്സ് വെബർ ഫോക്കസ്ഡ് ഓൺ ബ്യൂറോക്രസി. മാക്സ് വെബർ ബ്യൂറോക്രസിയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തിലുള്ള ഭിന്നതയാണ് ഈ കാണിക്കുന്നത്. ഇനി അടുത്തയാളാണ് ആനന്ദ കുമാരസ്വാമി. ആനന്ദ കുമാരസ്വാമി വാസ് ആൻ ഏർലി ഇന്ത്യൻ സോഷ്യൽ തിങ്കർ ഹൂസ് വർക്കർ ഹെൽപ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായപ്രദമായിട്ടുള്ള ഒരു ഇന്ത്യൻ സോഷ്യൽ തിങ്കറാണ് ആനന്ദ കുമാരസ്വാമി. ഹി വാസ് ആൻ ഐഡിയലിസ്റ്റ്. അദ്ദേഹം ഒരു ആദർശവാദിയായിരുന്നു. ദാറ്റ് ഈസ് എ പേഴ്സൺ ബിലീവിങ് ഇൻ ദ അബ്സ്ട്രാക്ട് വാല്യൂസ് ഓഫ് ലൈഫ് ലൈക്ക് ഗോഡ് വാല്യൂസ് ഓഫ് ഗുഡ്നെസ്. അതായത് ഐഡിയലിസ്റ്റിന്റെ ആ ചിന്താഗതി, അതായത്
അതായത് ദൈവവിശ്വാസം, മൂല്യങ്ങളിലുള്ള വിശ്വാസം, നല്ലതിലുള്ള വിശ്വാസങ്ങളൊക്കെ, സത്യം, ശിവം, സുന്ദരം, അതുപോലെയുള്ള ആ ചിന്താഗതി. ഹി വാസ് എൻ ഐഡിയലിസ്റ്റ്, a person believing in the abstract values of life like God, values of goodness, etc. In this, he stood in contrast to B.K. Sarkar, who wished to explore the material basis of Indian society. അപ്പോൾ സർക്കാർ ആണെങ്കിൽ മെറ്റീരിയൽ ബേസിസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതെങ്കിൽ ആനന്ദ കുമാരസ്വാമി ഐഡിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വാല്യൂസ് ഓഫ് ലൈഫ് ലൈക്ക് ഗോഡ്, വാല്യൂസ് ഓഫ് ഗുഡ്നസ്, എക്സെട്ര. അപ്പൊ ഈ വക കാര്യങ്ങളിലായിരുന്നു. ദ ഫസ്റ്റ് 2 or 3 decades ഓഫ് ദിസ് സെഞ്ചുറി മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരീഡ് ഓഫ് ഇന്ത്യൻ റിനാൻസൻസ്. അപ്പൊ ഈ പീരീഡിനെ ഇന്ത്യൻ റിനാൻസൻസ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നോട്ടബിൾ പേഴ്സണാലിറ്റീസ് സച്ച് ആസ് വിവേകാനന്ദ, ശ്രീ അരവിന്ദ, രവീന്ദ്രനാഥ ടാഗോർ വേർ ഓൾസോ ട്രൈങ് ടു പ്രൊജക്ട് ആൻ ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു ഐഡിയലിസ്റ്റിക് വ്യൂ, കാഴ്ചപ്പാടിൽ കൂടി നോക്കിയ ആളുകളാണ് വിവേകാനന്ദ, അതുപോലെ ശ്രീ അരവിന്ദ്, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ. ഇൻ എസെൻസ് ഓൾ ദീസ് മെൻ ഹെൽഡ് ദാറ്റ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഇന്ത്യ ലേ ഇൻ സ്പിരിച്വാലിറ്റി. അപ്പൊ ഈ ആദർശവാദികളായിട്ടുള്ള ആളുകളെല്ലാവരും, മഹാന്മാരെല്ലാവരും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്ത്യ ലേ ഇൻ സ്പിരിച്വാലിറ്റി, ഇന്ത്യ ആത്മീയതയിൽ ഉൾപ്പെട്ട ഒന്നാണെന്നുള്ള, ഇന്ത്യയുടെ എസെൻസ് ആത്മീയതയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ ഉണ്ടായിരുന്നത്. ദ റിവൈവൽ ഓഫ് ഹെർ സ്പിരിറ്റ്, ഇന്ത്യ കുഡ് നോട്ട് ഓൺലി ഓവർകം ഇറ്റ്സ് പോവർട്ടി ആൻഡ് ബാക്ക്വേർഡ്നെസ് ബട്ട് ഓൾസോ ബ്രിങ് സൊലാസ് ടു ദ വെസ്റ്റ് അഫിലിയേറ്റഡ് മെറ്റീരിയലിസ്റ്റിക് ഗ്രീഡ് ആൻഡ് ഡിസ്റപ്റ്റഡ് ബൈ വാർ ആൻഡ് വയലൻസ്. ആനന്ദസ്വാമിയെ കുറിച്ച് കുറെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സെൽഫ് റീഡിങ് ചെയ്യുക, കാരണം സമയം കുറവുണ്ട്. അപ്പൊ എല്ലാം വായിച്ചാൽ മനസ്സിലാവുന്ന എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ആനന്ദസ്വാമി ഇൻ സം ഡിഡ് നോട്ട് അഡ്വക്കേറ്റ് ഓറിയന്റലൈസേഷൻ ഓഫ് ദ വെസ്റ്റ്, നോർ ഡിഡ് ഹി ഡിസയർ എ സിന്തസിസ് ഓഫ് ദ ടു. ഹി സ്റ്റൂഡ് ഫോർ എ റിട്ടേൺ ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ബൈ വിച്ച് ഹി മീൻ ദ മോറൽ വാല്യൂസ് വിച്ച് വെർ ദ ബേസിസ് ഓഫ് ഓൾ ഹ്യൂമൻ കൈൻഡ്. അപ്പൊ കുമാരസ്വാമി എന്ന് പറഞ്ഞാൽ ഹി നോട്ട് അഡ്വക്കേറ്റ് ഓറിയന്റലൈസേഷൻ ഓഫ് ദ വെസ്റ്റ്, പാശ്ചാത്യവൽക്കരണോ അല്ലെങ്കിൽ പൗരസ്ത്യവൽക്കരണോ അതിനൊന്നും അല്ല അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. നോർ ഹി ഡിസൈഡ് എ സിന്തസിസ് ഓഫ് ദ ടു, ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള ഒരു കൂടിച്ചേർക്കലും അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹി സ്റ്റൂഡ് ഫോർ എ റിട്ടേൺ ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഏറ്റവും പ്രഥമമായിട്ടുള്ള പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ പോയിന്റ്. അതായത് ബൈ വിച്ച് ഹി മീൻഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മോറൽ വാല്യൂസ്, സാൻമാർഗിക മൂല്യങ്ങളിലേക്ക് മാനവരാശി തിരിച്ചു വരണമെന്നുള്ള ഒരു ആശയക്കാരനായിരുന്നു ഈ ആനന്ദ കുമാരസ്വാമി. ഇനി സം അതർ ഇന്റലക്ച്വൽസ്, വേറെ കുറെ ഇന്റലക്ച്വൽസ് ഉണ്ട് നമുക്ക്. രാധാ കൈമൾ മുഖർജി, GS ഖുറെ, അവരെ കുറിച്ചൊക്കെ ഇനി വളരെ വലുതായിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വെറുതെ വായിച്ചു പോയാൽ മതി. പിന്നെ സ്ട്രക്ചർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ ഈ പറഞ്ഞ വ്യക്തികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ സോഷ്യോളജിയുടെ വർധനവിനും അതുപോലെ സോഷ്യോളജിയുടെ ഉദയത്തിനും അതിന്റെ വളർച്ചയ്ക്കും ഒക്കെ ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ സഹായകമായി. സോഷ്യോളജി ഇൻ ഇന്ത്യ ടു എ ലാർജ് എക്സ്റ്റെന്റ് ബിക്കം ഇൻഫ്ലുവൻസ്ഡ് ബൈ സച്ച് ഡെവലപ്മെന്റ്സ് പ്രൈമർലി ഇൻ ബ്രിട്ടൻ ആൻഡ് ദെൻ അമേരിക്ക ആൻഡ് യൂറോപ്പ്. Therefore, to understand the structure of education in India is very important. In the structure of modern education in India, a few words may be said about the structure of Indian education in the 3 British presidencies. അപ്പോൾ 3 ബ്രിട്ടീഷ് പ്രസിഡൻസീസ് ആണ്. കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ 19th century. 19th centuryയിലാണ് ഈ 3 വലിയ യൂണിവേഴ്സിറ്റീസ് സ്ഥാപിതമായത്, കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസിൽ. In the princely state of India such as Baroda, Mysore, Hyderabad, etc., institutions were established for modern education. അവിടെയൊക്കെ മോഡേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിതമായി. while higher institutions had English medium, lower schools had vernacular. അവിടെയൊക്കെ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ മീഡിയം ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ മറ്റ് സ്കൂളുകളിലെ ലോവർ സ്കൂളുകളിലൊക്കെ അവിടുത്തെ വെർണാക്കുലർ ലാംഗ്വേജിൽ അവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ
പ്രാദേശിക ഭാഷയായിരുന്നു. ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് ടു ട്രെയിൻ ഇന്ത്യൻസ് ഇൻ ആർട്ട് ആൻഡ് സയൻസ് സോ ദേ വുഡ് ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാം ഇംഗ്ലീഷിലാക്കുക, അതുപോലെ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊക്കെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതും അതിന് അനുസൃതമായിട്ടുള്ള നടപടികൾ നടത്തിയതുമൊക്കെ അവരുടെ ഉദ്ദേശം എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെർ യൂഷ്വലി അബ്സോർബ്ഡ് ഇൻ ടു ദ ലോവർ റങ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യറി. അവരെ കൂടുതൽ സഹായപ്രദമാകുന്ന, അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ സഹായിക്കാൻ പറ്റിയ ആളുകളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഇംഗ്ലീഷുകാരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇൻ ദ ആർട്ട് ആൻഡ് സയൻസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സബ്ജക്ട്സ് വെർ ടോട്ട്. ദീസ് ഇൻക്ലൂഡഡ് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഫിലോസഫി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി. Sociology came to be taught as a major subject only after the first 2 decades of the 20th century. അപ്പോൾ 20th സെഞ്ചുറിയുടെ ഏതാണ്ട് 2 ഡിക്കേക്ക് ശേഷമാണ്, ഡിക്കേഡ്സിന് ശേഷമാണ് സോഷ്യോളജി ഇന്ത്യയിൽ ആരംഭിച്ചത്. ആദ്യം ഉണ്ടായിരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഫിലോസഫി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇതൊക്കെയായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെയും 10-20 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സോഷ്യോളജി ഇന്ത്യൻ മേഖലയിൽ പഠിക്കാനായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റായി മാറിയത്. സോഷ്യോളജി ഡെവലപ്ഡ് ആസ് എ ഡിസിപ്ലിൻ പ്രൈമർലി ഡ്യൂ ടു ദ നീഡ് ഫെൽറ്റ് ബൈ ദ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റംസ്, മാനേഴ്സ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ പീപ്പിളിൻ്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ കസ്റ്റംസ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യോളജി ഇന്ത്യയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ദേ റിക്വയർഡ് ടു നോ ദ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ പീപ്പിൾ whom they were trying to govern. അവർ ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസസ്, കസ്റ്റംസ് ഒക്കെ എന്താണെന്ന് അറിയാനായിട്ട് ഈ വിഷയം സഹായപ്രദമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. ദസ് ഇനീഷ്യലി ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സച്ച് ആസ് ഹർബർട്ട് റേസ്ലി, ജെ.എച്ച്. ഹട്ടൺ, വിൽസൺ, ആൽഫ്രഡ് ക്ലൈലി, ബ്രെയിൻസ്, എക്സെട്ര who conducted extensive studies of Indian people, their cultures and races. അതുപോലെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, ഇവിടെയുള്ള അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയുടെയും ഉദയം എങ്ങനെയായിരുന്നു? സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ കെയിം മച്ച് after the contribution made by social thinkers, philosophers, administrators who worked at understanding the Indian society in general, as well as studying some specific aspects of Indian society such as law, family, religion, caste system, and so on. It is the contributions made by the Indologists such as Henry Maine, Alfred Lyle, which helped the development of sociology in India. ഇന്ത്യയിൽ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ഇൻഡോളജിസ്റ്റാണ് ഹെൻറി മെയിൻ, ആൽഫ്രഡ് ലേ മുതലായ ആളുകൾ. They emphasized the need to preserve the indigenous social institutions found in Indian society rather than destroying them and imposing an aligned way of life on her people. They recognized the past glory of Indian culture and literary tradition. അപ്പോൾ ഈ വ്യക്തികൾ ഇന്ത്യൻ ട്രഡീഷൻ്റെയും കഴിഞ്ഞകാല മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പുരാതന സംസ്കാരം നിലനിർത്തണം, അതിന് ഏറ്റവും പറ്റിയ സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് അവർ വാദിച്ചു. ബിസൈഡ്സ് ഇൻഡോളജിസ്റ്റ്, ഇനി ഇൻഡോളജിസ്റ്റിനെ കൂടാതെ there were British administrators who made extensive study of Indian people, their races and cultures. ഇവരും ഇന്ത്യയിൽ സോഷ്യോളജി പഠന വിഷയമാക്കാനായിട്ട് കൂടുതൽ സഹായിച്ചു. അതായത് ഇന്ത്യൻ പീപ്പിൾസ്, റേസസ്, അവരുടെ കൾച്ചേഴ്സൊക്കെ പഠിക്കണമെങ്കിൽ ഈ വിഷയത്തിലൂടെ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയുണ്ട്. മോസ്റ്റ് ഓഫ് ദി സ്റ്റഡീസ് ഹെൽപ്ഡ് ജനറേറ്റഡ് എ ബോഡി ഓഫ് നോളജ് preserved in the census reports, imperial gazettes, district gazettes, etc., as well as in books and monographs which are referred by social anthropologists and sociologists even today. Sociology was better established on the continent, that European countries like France, Germany, എക്സെട്ര ദാൻ ഇൻ ഇംഗ്ലണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് സോഷ്യോളജി ഏറ്റവും നല്ല പ്രബലമായിട്ട് വന്നത്. ഇറ്റ് ടുക്ക് ഈവൻ സ്ട്രോങ്ങർ റൂട്ട്സ് ഇൻ അമേരിക്ക. അമേരിക്കയിലും ഇതിന് നല്ല സ്ട്രോങ്ങർ റൂട്ട്സ് ഉണ്ട് ഈ സബ്ജക്റ്റിന്. അലോങ് സൈഡ് ഓഫ് സോഷ്യോളജി, ആന്ത്രപ്പോളജി വാസ് ഓൾസോ ഡെവലപ്പിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റീസ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് ഉദയത്തോടൊപ്പം തന്നെ ആന്ത്രപ്പോളജിക്കും സ്ഥാനം ലഭിച്ചു തുടങ്ങി. ആന്ത്രപ്പോളജിയും ഇവിടെ വികസിക്കാൻ തുടങ്ങി അത് യൂണിവേഴ്സിറ്റികളിൽ. ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് just not possible to distinguish between anthropology and sociology except in terms of methodology. മെത്തഡോളജിയിൽ മാത്രം ഈ
രണ്ട് വിഷയങ്ങളെ തമ്മിൽ ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഏറെ ഒരേപോലെയാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ. ജനറലി സോഷ്യോളജി ഹാസ് സ്റ്റഡീഡ് അർബൻ ഇൻഡസ്ട്രീരിയൽ ഗ്രൂപ്പ്സ്. പൊതുവായി പറയുകയാണെങ്കിൽ സോഷ്യോളജി പഠിക്കുന്നത് അർബൻ ഇൻഡസ്ട്രീരിയൽ ഗ്രൂപ്പിനെ കുറിച്ചാണെങ്കിൽ ആന്ത്രോപോളജി ഹാസ് ഫോക്കസ്ഡ് ഓൺ ട്രൈബ്സ്, കാസ്റ്റസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ആന്ത്രോപോളജി കൂടുതൽ ഫോക്കസ് ചെയ്യണത് ട്രൈബ്സ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റീസിനെയൊക്കെ കുറിച്ച് പഠിക്കാനാണ്. ബട്ട് ദ സോഷ്യോളജിസ്റ്റ് ഹാവ് ഓൾസോ ബീൻ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. അതുകൊണ്ട് സോഷ്യോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റും ആവും, അതുപോലെ ആന്ത്രോപോളജിസ്റ്റ് ചില സന്ദർഭങ്ങളിൽ സോഷ്യോളജിസ്റ്റുകളായിട്ട് മാറാറുണ്ട്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദ ടൈം എത്തനോ സോഷ്യോളജിസ്റ്റ് ടു ഡിസ്ക്രൈബ് ദോസ് റൈറ്റിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയിലും ആന്ത്രോപോളജിയുടെ ഒക്കെ ഫീൽഡിൽ എഴുതുന്ന ആളുകളെ വേണമെങ്കിൽ നമുക്ക് എത്തനോ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നതാണ്, സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലതെന്ന്. എത്തനോ സോഷ്യോളജിസ്റ്റ് കമ്പൈൻ ഡോക്യുമെന്ററി ആൻഡ് ലിറ്റററി ഡാറ്റ വിത്ത് ഓറൽ ട്രഡീഷൻസ് ആൻഡ് ഫീൽഡ് ഡാറ്റ. ദസ് ഇൻ ദ ഇന്ത്യൻ academic studies we find that a tribe, caste and region have been linked with each other in a variety of ways. Both sociology and anthropology in India have one thing in common. അപ്പോൾ ഇതിന് രണ്ടിനും ഒരു കാര്യം ഒരുപോലെ ഉണ്ട്. ദേ ആർ മെയിൻലി ബേസ്ഡ് ഓൺ എംഫറിക്കൽ ഡാറ്റ. ഈ സോഷ്യോളജി ആയാലും ആന്ത്രോപോളജി ആയാലും അതിൻ്റെ സ്റ്റഡീസൊക്കെ മെയിൻലി ബേസ്ഡ് ഓൺ എംഫറിക്കൽ ഡാറ്റ, അനുഭവജ്ഞാനത്തിനെ ആധാരമാക്കിയിട്ടുള്ള ഡാറ്റയാണ് ഈ രണ്ട് വിഷയങ്ങളും സ്വീകരിക്കുന്നത്. ബോത്ത് ഓഫ് ദം ഡീൽ വിത്ത് അഗ്രിഗേറ്റ് ഓഫ് പീപ്പിൾ ഇൻ എ നമ്പർ ഓഫ് ലോക്കൽസ്. രണ്ടു കൂട്ടരും ഒരു കൂട്ടം ആളുകൾ, അത് എവിടെ വില്ലേജ് ആകാം, ടൗൺ ആകാം, സിറ്റി ആകാം, അവിടെ ഒരു കൂട്ടം ആളുകളെ ചേർത്ത് നിർത്തിയിട്ട് അതിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ലിങ്ക് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. ആസ് ഹാസ് ബീൻ ഓൾറെഡി മെൻഷൻ, ദ ലിങ്ക് ബിറ്റ്വീൻ sociology and social anthropology is very close in India. The emergence and development of both these disciplines was influenced by the growth of nationalism in India. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടി എമർജൻസ്, അത് ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നാഷണലിസം വളർന്നതിൻ്റെയും കൂടി ഒരു സഹായപ്രദമായിട്ടാണ് ഈ രണ്ട് വിഷയങ്ങളും ഉദയം ചെയ്യാനായിട്ട് സഹായിച്ചത്. The nationalist movement was itself product of the impact of the West, especially British colonial rule in India. The repercussion of this impact was felt widely due to several reasons, such as great improvement in communication, transport facilities, printing press, etc. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി ബാക്കി വരുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വായിക്കാനുള്ളതാണ്. സമയം ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചിട്ട് പോകുന്നതാണ്. ബിസൈഡ് ദീസ് നോട്ടഡ് സ്കോളേഴ്സ് ഹു ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജി ഇന്ത്യയിൽ വളരാനായിട്ട് സഹായിച്ച ചില പ്രധാനപ്പെട്ട വ്യക്തികളാണ് DN മജുംദാർ, NK ബോസ്. DN മജുംദാർ ലക്നൗ യൂണിവേഴ്സിറ്റി വാസ് ട്രെയിൻഡ് ഇൻ ആന്ത്രോപോളജി അറ്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ NK ബോസ് ഓൾസോ എ സ്റ്റുഡൻറ് ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി മെയ്ഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജി ഇൻ ഇന്ത്യയിൽ അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും വളരെ അധികം സഹായപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് ബോസ്. അതുപോലെ ലിങ്ക് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഇൻഡിയോളജി. ഇൻഡിയോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ലിങ്ക് എന്താണെന്ന്. ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ വാസ് ഡീപ്ലി ടു കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഓറിയന്റലിസ്റ്റ് സച്ച് ആസ് സർ വില്യം ജോൺസ്, ഹെൻറി മെയിൻ, ആൽഫ്രഡ് ലയൽ, Max Muller and others. These scholars studied the rich ancient culture and philosophical tradition in India. It is for these reasons that they are known as the Indologists. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സൊസൈറ്റി, അതിൻ്റെ കൾച്ചർ, അതിൻ്റെ ബിഹേവിയർ ഒക്കെ പഠിക്കുന്ന ആളുകളെയാണ് ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ഇൻഡോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ഇനി ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ ഈ ഭാഗം കൂടുതൽ പഠിക്കുക. അതുപോലെ ഐരാവതി കാർവെ ഇന്ത്യയിലെ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് വളരെയേറെ സഹായിച്ച ഒരു വനിതയാണ് ഐരാവതി കാർവെ. അവരെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ അത് നിങ്ങളൊന്ന് നോക്കിപ്പോകുക. The 3 British presidencies where universities were established in the 19th century. അതാണ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്, അവിടെയുള്ള യൂണിവേഴ്സിറ്റി. ഈ സോഷ്യോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സർ ബ്രജേന്ദ്ര സീൽ ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി 1917. ബ്രജേന്ദ്ര സീലാണ് കൽക്കട്ടയിൽ സോഷ്യോളജി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് കൗൺസിൽ ഫോർ ആർട്സ് ആൻഡ് സയൻസ് ഹി വാസ് എ പ്രൊഫസർ ഓഫ് ഫിലോസഫി അറ്റ് ദിസ് യൂണിവേഴ്സിറ്റി ആൻഡ് ലേറ്റർ വെന്റ് ടു മൈസൂർ യൂണിവേഴ്സിറ്റി
as its vice chancellor. He was opposed to unilinear evolutionary doctrine advocated by European scholars who believed their society to be the most evolved, while സൊസൈറ്റീസ് ലൈക്ക് ഇന്ത്യ വേർ അറ്റ് ലോവർ റങ്. അപ്പോൾ ആ അഭിപ്രായത്തിന് അദ്ദേഹം എതിരായിരുന്നു. സീൽ കണ്ടക്ട് സ്റ്റഡീസ് ഇൻ വാട്ട് ഹി കോൾഡ് കമ്പാരിറ്റീവ് സോഷ്യോളജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് കമ്പാരിറ്റീവ് സോഷ്യോളജിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇൻ ഇൻഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠിത്തം. അതുപോലെ അതിൻ്റെ ഇറ്റ്സ് കൾച്ചർ, ആർട്സ്, ഫിലോസഫി, ഇന്ത്യൻ സൊസൈറ്റി, അതിൻ്റെ കൾച്ചർ, അതിൻ്റെ ഫിലോസഫി, ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ഇൻഡിയോളജി എന്ന് പറയുന്നത്. സം ഓഫ് ദ നോട്ടഡ് ഇൻഡിയോളജിസ്റ്റ് ആർ സർ വില്യം ജോൺസ്, ഹെൻറി മൈൻ ആൻഡ് മാക്സ് മുള്ളർ. അപ്പോൾ ഈ ഇൻഡിയോളജിസ്റ്റിൽ കുറച്ച് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് വില്യം ജോൺസ്, ഹെൻറി മെയിൻ ആൻഡ് മാക്സ് മുള്ളർ. അപ്പോൾ ഇൻഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇറ്റ്സ് കൾച്ചർ ആൻഡ് ഫിലോസഫി എക്സെട്ര. സം ഓഫ് ദ നോട്ടഡ് ഇൻഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് സർ വില്യം ജോൺസ്, ഹെൻറി മൈൻ ആൻഡ് മാക്സ് മുള്ളറാണ്. ഈ 3 വ്യക്തികളും പ്രശസ്തരായ ഇൻഡിയോളജിസ്റ്റുകളാണ്. ഇൻഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഫിലോസഫിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർ.